നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്ന പലതരം ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്, കാർഡിയാക് പ്രോബ്ലം, ബി ഷുഗർ, കൊളസ്ട്രോള്, ഇത്തരത്തിൽ പറയുന്ന രോഗങ്ങൾക്കും അതുപോലെ തന്നെ ക്ലിനിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള ഒരു ആയുർവേദ കൂട്ടിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നീർമരുത്. ആയുർവേദത്തിൽ നമ്മളിങ്ങനെ പറയുന്നത് അർജുന എന്നാണ് പറയാ. ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി യൂസ് ചെയ്യുന്നുണ്ട്, കറുവപ്പട്ട. കറുവപ്പട്ടയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, നീർമരുതും അതുപോലെ തന്നെ കറുവപ്പട്ടയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുക, അതുപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റിയിൽ, എത്ര അളവിൽ നമ്മൾ ഇത് കഴിക്കണം, ആരൊക്കെ ഇത് ഒഴിവാക്കണം, നല്ല രീതിയിൽ ദോഷങ്ങളൊന്നും വരാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ഇത് സേഫ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും, എത്ര നാള് വരെ യൂസ് ചെയ്യാം, ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ അറിവും ലഭിക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. സോ വീഡിയോയിലേക്ക് കിടക്കാം. കറുവപ്പട്ടയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് കറിക്ക് മാത്രമല്ല കേട്ടോ, ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നമ്മളിത് ഉള്ളിൽ കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രമേഹം കൺട്രോൾ ചെയ്യാൻ, ബി കൺട്രോൾ ചെയ്യാൻ, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ എന്നിങ്ങനെ പറയുന്ന ധാരാളം ബെനിഫിറ്റ്സ് കറുവപ്പട്ട കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും. ഇതേപോലൊക്കെ തന്നെയാണ് നീർമരുതിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, നീർമരുതിന് കുറച്ചും കൂടി എഫക്ട് കൂടുതലാണെന്ന് മാത്രം. ആദ്യത്തെ ഒരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്, ഹാർട്ടിൽ ബ്ലോക്കേജ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, മസിൽസ് നന്നായിട്ട് വീക്ക് ആയിട്ട് വരികയാണ് എന്നിങ്ങനെ പറയുന്ന എന്ത് തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ നീർമരുത് എന്ന് പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോമിൽ വെച്ച് കഴിക്കാം, കഷായം വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ ചായ പോലെ ഉണ്ടാക്കി കുടിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. കഷായം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ നീർമരുതിന്റെ പൊടി നിങ്ങൾക്ക് കിട്ടും, തൊലിയും കിട്ടും. ഏതാണ് നിങ്ങൾക്ക് കിട്ടുക അതിനനുസരിച്ച് നിങ്ങൾ വാങ്ങുക. പൊടിയാണെങ്കിൽ നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ നീർമരുതിന്റെ പൊടി, അതുപോലെ തന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നിങ്ങൾ ഈ കറുവപ്പട്ടയുടെ പൊടി കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കുക. ഇപ്പൊ നിങ്ങൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചെങ്കിൽ 1/2 ഗ്ലാസ് ആക്കി മാറ്റുക. എന്നിട്ട് ഈ ഒരു വെള്ളം വെറും വയറ്റിൽ നിങ്ങൾ കുടിക്കാനായിട്ട് നോക്കുക. ഇത് നിങ്ങൾ എന്നും ഒരു റുട്ടീൻ ആയിട്ട് കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ഹാർട്ടിൽ ഉണ്ടാകുന്ന ധാരാളം പ്രശ്നങ്ങൾ, ഒക്കെ ഫ്ലക്ച്വേഷൻ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കാൻ, മസിൽസിനെ ഒന്ന് സ്ട്രോങ് ആക്കാൻ, എല്ലാത്തിനും വളരെയധികം സഹായിക്കും. ഇനി നിങ്ങൾക്ക് കഷായം വെച്ച് കുടിക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ചായ വെച്ചിട്ട് നിങ്ങൾക്ക് കുടിക്കാം കേട്ടോ. ചായ ഇങ്ങനെ വെക്കാൻ നോക്കി കഴിഞ്ഞാൽ, 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ നീർമരുതിന്റെ പൊടിയും ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ കറുവപ്പട്ടയുടെ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് 1/2 ഗ്ലാസ് ആക്കുക. അതിലേക്ക് എന്നിട്ട് 1/2 ഗ്ലാസ് ആവുന്ന സമയത്ത് കുറച്ച് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അരിച്ച് നിങ്ങൾക്ക് കഴിക്കാം. അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ചായപ്പൊടി ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. കാരണം നീർമരുതിന് തിളപ്പിക്കുന്ന സമയത്ത് ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ചുമന്ന കളറായിട്ടാണ് വരിക. അതൊന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ കറുവപ്പട്ടയിൽ ഓൾറെഡി ഒരു സ്വീറ്റ്നർ ഉണ്ട്, ഷുഗർ, ഒരു മധുരം ഉള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സമയം സാധാ നമ്മുടെ ചായക്ക് പകരമായിട്ട് ഈ ഒരു ചായയും കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്, കാലിൽ നീര് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്, അതുപോലെ തന്നെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും കാലിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ ഈ നീർമരുന്നിന്റെ കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ്, ആയുർവേദ കൂട്ടാണ് പുനർനവ എന്ന് പറയുന്ന ഒരു കാര്യം. പുനർനവ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇതിന്റെ രണ്ടിന്റെ പൗഡർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 2 ഗ്രാം നിങ്ങൾ നീർമരുതിന്റെ പൊടിയും 2 ഗ്രാം പുനർനവയുടെ പൊടിയും കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ കുടിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ 2 ഗ്രാം ഈ നീർമരുതും അതുപോലെ തന്നെ പുനർനവയുടെ പൊടിയിൽ കുറച്ച് നിങ്ങൾ തേനും കൂടി മിക്സ് ചെയ്തിട്ട്, ഷുഗർ പേഷ്യൻസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേനും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു നേരം നിങ്ങൾക്ക് അങ്ങനെയും കഴിക്കാം. അപ്പൊ ഈ ഒരു ഫോമിൽ നിങ്ങൾ കഴിക്കുന്നതിലൂടെ പുനർനവ എന്ന് പറയുന്ന ഒരു കാര്യം ശരീരത്തിലത്തെ നീർക്കെട്ടിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് വളരെ സേഫ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നും കൂടിയാണ് കേട്ടോ അത്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം. അടുത്തൊരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ, കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട്. ശരീരത്തിൽ ഇപ്പൊ എന്തെങ്കിലും ടോട്ടൽ കൊളസ്ട്രോൾ കൂടി നിൽക്കുകയാണ്, ട്രൈഗ്ലിസറൈഡ് ഹൈ ആണ്, LDL നന്നായിട്ട് ഹൈ ആണ്, ഇത്തരത്തിലുള്ള കണ്ടീഷൻ കൊണ്ട് BP നന്നായിട്ട് ഫ്ലക്ച്വേഷൻ ആവുന്നുണ്ട് എന്നിവർക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് നീർമരുതും അതുപോലെ തന്നെ കറുവപ്പട്ടയുടെ കോമ്പിനേഷനും. ഈ നീർമരുതിനെ പറ്റിയിട്ട് ധാരാളം റിസർച്ച് സ്റ്റഡീസ് നടന്നിട്ടുണ്ട് കേട്ടോ. അതില് ഈ ബാഡ് കൊളസ്ട്രോളിനെ ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ട് BP നോർമൽ ആക്കിയിട്ടുള്ള ധാരാളം സ്റ്റഡീസും അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പൊ ഇതിനെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഷായം വെച്ചിട്ട് നിങ്ങൾക്ക് കുടിക്കാം. അതായത് 1/2 ടീസ്പൂൺ നിങ്ങൾ നീർമരുതിന്റെ പൊടിയിൽ ഒരു 1/4 ടീസ്പൂൺ കറുവപ്പട്ട ഇട്ട് 1 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിന് പകുതിയാക്കി വറ്റിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു സമയത്ത് കുടിക്കാവുന്നതുമാണ്. എഗെയിൻ, ഏത് സമയത്താണ് നിങ്ങൾ കുടിക്കുന്നത് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും വയറ്റിൽ കുടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം.
പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇതിന്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. ഞാൻ ഒരിക്കലും പറയുന്നില്ല മെഡിസിൻസ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യണമെന്ന്. രണ്ടും കൂടി ഫോളോ ചെയ്യുക. പതുക്കെ 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 നിങ്ങൾക്ക് നിങ്ങളുടെ റേഞ്ച്, നിങ്ങളുടെ റിപ്പോർട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് നോക്കുക. റിപ്പോർട്ടിൽ നന്നായിട്ട് വേരിയേഷൻസ് കുറഞ്ഞു വരികയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ഡോസും പതുക്കെ പതുക്കെ കുറയ്ക്കാവുന്നതേ ഉള്ളൂ. ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ഭക്ഷണ രീതിയിലും നല്ല മാറ്റങ്ങൾ വരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. വെറുതെ റെമഡീസ് മാത്രം ഫോളോ ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും കിട്ടില്ല. അപ്പൊ ആ കാര്യങ്ങളും കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടും കൂടി ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ ഹാർട്ടിലും വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കൊളസ്ട്രോളിനും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി അത് വർക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഡയബറ്റിക് കണ്ടീഷൻ. നിങ്ങളുടെ ശരീരത്തിന് ഷുഗർ ലെവൽ നന്നായിട്ട് കൂടി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് ഈ നെറുമരുന്നും അതുപോലെ തന്നെ കറുവപ്പട്ടയും. ചില ആൾക്കാർ കറുവപ്പട്ട മാത്രമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെനിഫിറ്റ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടും. കാരണം ഇത് നമ്മുടെ പാൻക്രിയാസിനെ കുറച്ചൊന്ന് ആക്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് ശരീരത്തിൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിലാക്കുകയും ഷുഗറിന്റെ ലെവൽ നന്നായിട്ട് നോർമൽ ആക്കാനും വളരെയധികം നല്ലൊരു കാര്യം കൂടിയാണ്. ഇനി മറ്റൊരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ശരീരത്തിലത്തെ ഫാറ്റ് ലോസ് അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആ ഒരു കാര്യത്തിനും കൂടി സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിനായിട്ട് നമ്മൾ എത്ര അളവിൽ കഴിക്കണം നോക്കുകയാണെങ്കിൽ നേർമരുന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ കറുവപ്പട്ടയുടെയും 3 മുതൽ 5 ഗ്രാം അത്ര അളവിൽ നിങ്ങൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ദിവസത്തിൽ ഒരു വട്ടമായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഫാറ്റ് ലോസിനൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ലോങ് ടേമിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ ഒരു 2 മാസം അടുപ്പിച്ച് ഉപയോഗിക്കുക. എന്നിട്ട് കുറച്ച് നാൾ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം അടുത്ത വട്ടം റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൂടി നോക്കുക. ഒരു കാര്യം, നിങ്ങൾ ലോങ് ടേമിൽ യൂസ് ചെയ്യരുത്. കുറച്ച് നാൾ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് യൂസ് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് അത് സ്യൂട്ട് ആകുള്ളൂ. അപ്പോൾ ഇത് ഫാറ്റ് ലോസിനും വെയിറ്റ് ലോസിനും നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി ഇതിന്റെ മറ്റു ഗുണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട്, ദഹനത്തിന് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ശരീരത്തിന്റെ ബ്ലഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും, പിന്നെ ഇതിലൊരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിന്റെ നീർക്കെട്ട് പോലെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാനും വളരെ നല്ല കാര്യമാണ് ഈ രണ്ട് കോമ്പിനേഷൻസ്. ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ BP കൂടി നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഹാർട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും നല്ലതാണ്. കൊളസ്ട്രോൾ, ഷുഗർ, ഈ പറയുന്ന കണ്ടീഷൻസ് ഇതാണ് കൂടുതലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, മെറ്റബോളിസം കണ്ടീഷൻസ് എന്നൊക്കെ പറയും. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ കണ്ടീഷൻസിനും വളരെ സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ നീർമരുന്നും കറുവപ്പട്ടി. ഇത് ആരൊക്കെ ഒഴിവാക്കണം, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ആരൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കുകയാണെങ്കിൽ, നീർമരുന്നിന്റെ ഒരു ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കൂളിംഗ് പ്രോപ്പർട്ടിയാണ്. കറുവപ്പട്ട നോക്കുകയാണെങ്കിൽ ഒരു ഉഷ്ണ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇത് നമ്മൾ കൂടുതലും കുറച്ചൊരു 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ അങ്ങനെ ഒരു പേസിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിൽ കൂടുതൽ ചൂടും അതുപോലെ തന്നെ കൂടുതൽ തണുപ്പും അതൊന്നും ഉണ്ടാക്കില്ല, ഒരു ന്യൂട്രൽ ആയിട്ടാണ് ഇത് ബിഹേവ് ചെയ്യുക. അപ്പോൾ അത്രയും കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും സേഫ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. പക്ഷെ എന്നാലും നിങ്ങളുടെ ശരീരത്തിൽ വാദം നന്നായിട്ട് കൂടി നിൽക്കുന്നവരാണെങ്കിൽ കുറച്ചൊന്ന് നോക്കിയും കണ്ടിട്ടും നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രശ്നങ്ങൾ തരികയാണ്, നിങ്ങളുടെ ശരീരത്തിൽ വേദനയൊക്കെ കൂടുന്നുണ്ട്, ശരീരത്തിന്റെ ഡ്രൈനെസ് നന്നായിട്ട് കൂടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും ഇത് ഒഴിവാക്കാനും കൂടി നോക്കുക. ഇനി ഇത് ഏത് സീസണിലാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള നീർമരുന്നാണെങ്കിലും കറുവപ്പട്ട ആണെങ്കിലും ഒരു ബാലൻസ് ആയിട്ടുള്ള രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ കൂടുതൽ തണുപ്പോ കൂടുതൽ ചൂട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. എല്ലാ സീസണിലും നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. എത്ര കാലം ഇത് യൂസ് ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്ത് തന്നെ റെമഡീസ് യൂസ് ചെയ്യുകയാണെങ്കിലും ഏകദേശം ഒരു മാസം 2 മാസം അത്രയും നിങ്ങൾ യൂസ് ചെയ്യുക. എന്നിട്ടൊരു ഗ്യാപ്പ് നിങ്ങൾ എന്തായാലും കൊടുക്കാനായിട്ട് നോക്കുക. ഇതെന്നല്ല, ഏത് തന്നെ റെമഡീസ് ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ബെനിഫിറ്റ് ആയെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.